വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് നടക്കുന്ന അക്രമങ്ങൾ കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരം നീക്കങ്ങളെ ശക്തമായി നേരിടുമെന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശബരിമലയിൽ സ്ത്രീകൾ ദർശനം നടത്താനെത്തിയത് നേരായ മാർഗത്തിലാണ്. സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ ആകില്ലെങ്കിൽ തന്ത്രി സ്ഥാനമൊഴിയുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടാതെ താൻ ചെത്തുതൊഴിലാളിയുടെ മകൻ തന്നെയാണെന്ന് ബിജെപിക്കും മുഖ്യമന്ത്രി മറുപടി നൽകി. ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തി മടങ്ങി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഉണ്ടാകാത്ത പ്രതിഷേധമാണ് പിന്നീട് വിഷയത്തിൽ മുതലെടുപ്പ് നടത്തേണ്ടവർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത് കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായാണ്. ഇത് രാഷ്ട്രീയ താൽപര്യത്തോടെയുള്ള വ്യക്തമായ ഇടപെടലുകളാണ്. അതിന്റെ മുന്നിൽ ഒറ്റ സമീപനെ സർക്കാരിന് സ്വീകരിക്കാൻ പറ്റും. അത് ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ശക്തമായി നേരിടുക എന്നുള്ളത് തന്നെയാണ്. ഒരു തരം അക്രമവും വെച്ച് പൊറുപ്പിക്കാനാവില്ല. സ്ത്രീ പ്രവേശനം താൻ നേരത്തെ അറിഞ്ഞിട്ടില്ല. സാധാരണ ഭക്തർ പോകുന്ന വഴിയെ മാത്രമാണ് യുവതികളും പോയത്. അവർക്ക് പ്രത്യേക സൗകര്യം സർക്കാർ ഒരുക്കിയിട്ടില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവര് ഹെലികോപ്റ്ററിൽ ശബരിമലയിൽ പോയി ഇറങ്ങുകയല്ല ചെയ്തിട്ടുള്ളത്. സാധാരണ എല്ലാ ഭക്തരും പോകുന്ന വഴിയിൽ തന്നെ അവരും ശബരിമല കയറുകയാണുണ്ടായത്. ഇവർക്ക് ദർശനത്തിനാവശ്യമായ സൗകര്യം മറ്റു ഭക്തർ തന്നെ ഒരുക്കി കൊടുക്കും. യുവതീ പ്രവേശനത്തിന് പിന്നാലെ നടയടച്ച് ശുദ്ധികലശം നടത്തിയ തന്ത്രിക്കെതിരെ രൂക്ഷമായ പ്രതികരണം തന്നെയാണ് മുഖ്യമന്ത്രി നടത്തിയത്. തന്ത്രിയുടെ നടപടി സുപ്രീംകോടതി വിധിയുടെ ലംഘനത്തിന് പുറമെ ദേവസ്വം മാനുവലിന്റെ ലംഘനം കൂടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വിധി അനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സ്ഥാനത്തൊഴിഞ്ഞു പോകണം. സുപ്രീംകോടതി വിധി നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. സുപ്രീംകോടതി വിധിയിൽ കേസിൽ കക്ഷിയായിരുന്ന ഒരാള് സുപ്രീംകോടതി വിധി വന്നതിന് ശേഷം ആ വിധിയുടെ ഭാഗമായി കാര്യങ്ങൾ നടപ്പാക്കാൻ ബാധ്യസ്ഥനായ ആളാണ് ആ സ്ഥാനത്ത് ഇരിക്കുന്നുവെങ്കിൽ. കൂടാതെ തെങ്ങ് കയറാൻ പോകുന്നതാണ് മുഖ്യമന്ത്രിക്ക് നല്ലതെന്ന് ജാതീയമായി അധിക്ഷേപിച്ച ബിജെപിക്കും മുഖ്യമന്ത്രി മറുപടി നൽകി. അങ്ങനെ ഒരു ജാതിയായിരുന്നു എന്ന് അവരെന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. താൻ ഇന്ന ജാതിയിൽപ്പെട്ടവരാണ് എന്ന്. പണ്ട് ഈ ചാതുർവർണ്ണ്യം നിലനിൽക്കുന്ന കാലത്ത് ഇന്ന ജാതിയിൽപ്പെട്ടയാൾ ഇന്ന ജോലി എടുക്കാൻ പാടുള്ളൂന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞാണ് എന്റെ അച്ഛൻ ചെത്തുതൊഴിലാളിയായിരുന്നു, ജ്യേഷ്ഠന്മാരെ ചെത്തുതൊഴിലെടുത്തവരാണ്. അപ്പോൾ വിജയനും ചെത്തുതൊഴിൽ എടുക്കാൻ പാടുമെന്ന് ആഗ്രഹിക്കുന്നതിലുണ്ടായിരിക്കും. അത് പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് അച്ഛനും മുത്തച്ഛനും മുതുമുത്തച്ഛനും ഒന്നും വന്നാലും ചെയ്യാൻ പറ്റാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അത് വസ്തുതയാണ്. കാരണം അവരൊക്കെ പലയിടത്തില് പ്രയാസപ്പെട്ട് ജീവിച്ചു പോന്നവരല്ലേ. ഈ പൊതുകാര്യങ്ങളിൽ അത്രമാത്രം മുഴുകിയവരല്ലാലും. അത് ആ കാലം മാറിയല്ലോ, കാലം മാറിപ്പോയല്ലോ, പുതിയ കാലമല്ലേ. അത് ഈ പറയുന്നവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ശബരിമല യുവതീ പ്രവേശനത്തിൽ ഇനിയും യുവതികളെത്തിയാൽ അവർക്ക് സർക്കാർ സുരക്ഷയൊരുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർക്കും യാത്രക്കാർക്കുമെതിരെ പരക്കെ ആക്രമണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും റിനു ശ്രീധർ ചേരുകയാണ്. റിനു ശ്രീധർ, മലയൻകീഴിലും കാട്ടാക്കടയിലും ഒക്കെ തന്നെ തിരുവനന്തപുരത്തിന്റെ പ്രാദേശിക മേഖലകളിൽ ഒക്കെ തന്നെ വ്യാപകമായ അക്രമമായിരുന്നു ഇന്ന് ബിജെപി സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. ഇപ്പോൾ ഏത് തരത്തിലാണ് സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാണോ? വിപിന, ഇന്ന് രാവിലെ മുതൽ 6 മണി മുതലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചെങ്കിലും ഇന്നലെ രാവിലെ മുതൽ തന്നെ ബിജെപി സംഘപരിവാർ സംഘടനകൾ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു അക്രമമാണ് തലസ്ഥാന നഗരിയിൽ അഴിച്ചുവിട്ടത്. പ്രാദേശിക മേഖലകൾ പരിശോധിക്കുകയാണെങ്കിൽ നെടുമങ്ങാട്, അതുപോലെ തന്നെ ഉഴമനക്കൽ, മലയൻകീഴ്, കാട്ടാക്കട, ആറ്റിങ്ങൽ, നെയ്യാറ്റിൻകര ഭാഗത്തൊക്കെ, പാറശാല ഭാഗത്തോട്ട്, ബാലരാമപുര ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള അക്രമം, അതായത് ടയറുകൾ ഉൾപ്പെടെയുള്ളത് റോഡ് നിരത്തിൽ കത്തിച്ചിട്ടുകൊണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവർ സംഘടിപ്പിച്ചത്, അക്രമമാണ് ഇവർ സംഘടിപ്പിച്ചത്. ഇത് കവർ ചെയ്യാൻ വന്ന മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ഉള്ളവരെ ഇവർ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ടായി. വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ക്രൂരമായി മർദ്ദിച്ചു. ഇന്നും പുലർച്ചെ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും അക്രമവുമാണ് ഇവർ തലസ്ഥാന നഗരിയിൽ അഴിച്ചുവിട്ടത്.
തിരുവനന്തപുരം ജില്ലയിൽ ബിജെപിയുടെ സമരപന്തലിന് മുന്നിൽ തന്നെ മാധ്യമപ്രവർത്തകരെ ഇന്ന് രാവിലെയും ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ബിജെപിയുടെ പരിപാടികൾ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ളയുടെ ഉൾപ്പെടെയുള്ളവരുടെ പ്രസ് മീറ്റ് ഉൾപ്പെടെയുള്ളത് മാധ്യമങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. വലിയ രീതിയിൽ KUWJ-യുടെയും അതുപോലെ തന്നെ പ്രസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ വലിയ ഒരു പ്രതിഷേധ പ്രകടനം സമരപന്തലിന് സമീപത്ത് തന്നെ സംഘടിപ്പിച്ചു. തുടർന്ന് ആണ് ഉച്ചയോടുകൂടിയാണ് നെടുമങ്ങാട് സ്റ്റേഷന് മുന്നിൽ നാടൻ ബോംബ് എറിഞ്ഞുകൊണ്ട് BJP അന്തരീക്ഷം സൃഷ്ടിച്ചത്. ഒപ്പം മലയും കീഴിലും വലിയ രീതിയിലുള്ള ഒരു അക്രമമാണ് ഇവർ അഴിച്ചുവിട്ടത്. പാർട്ടി ഓഫീസുകൾക്കും അതുപോലെ തന്നെ CPM-ന്റെ കൗൺസിലർമാരുടെ വീടുകൾക്ക് നേരെയും വലിയ രീതിയിലുള്ള അക്രമം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് ഇതുവരെ 200-ലധികം അക്രമികളെയാണ് അറസ്റ്റ് ചെയ്തതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വൈകുന്നേരത്തോടുകൂടി ഹർത്താൽ ഇപ്പോൾ 6 മണിയോടുകൂടി അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും തിരുവനന്തപുരത്തേക്കൊക്കെ നഗരങ്ങളിലേക്ക് എത്തുന്ന വാഹനങ്ങളെയൊക്കെ തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം ഇപ്പോൾ അല്പസമയത്തിന് മുമ്പാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ഓഫീസ് ആക്രമിച്ചതിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ ഒരു പ്രതിഷേധ പ്രകടനം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സൗത്ത് ഗേറ്റിന്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയൊരു ജനസാഗരം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വലിയൊരു പ്രതിഷേധം BJP-യുടെ അക്രമത്തിനെതിരെ വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് INTUC-യുടെയും CIT-യുടെയും അതുപോലെ തന്നെ TDU-ന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ശിവൻകുട്ടി മുൻ MLA ശിവൻകുട്ടിയാണ് ആ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ സമാധാനപരമായി മുദ്രാവാക്യം വിളിച്ച് BJP-യുടെയോ മറ്റ് സംഘടനകളുടെയോ ഒരു കൊടികളോ തോരണങ്ങളോ ഒന്നും തന്നെ നശിപ്പിക്കാതെ സമാധാനപരമായാണ് അവർ ഇവിടെ പ്രതിഷേധവുമായി എത്തിച്ചേർന്നത്. എന്തായാലും ഇപ്പോൾ തലസ്ഥാന നഗരി ശാന്തത കൈവരിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ബിബിന, തീർച്ചയായും റീനു ശ്രീധർ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് BJP-യുടെ ഹർത്താലിനും അക്രമ പരമ്പരകൾക്കും എതിരെ നടക്കുന്നത്. അല്പം മുൻപ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ റാലി നാം കാണുകയുണ്ടായി. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരും അത്തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ കൈരളി TV-യുടെ മാധ്യമപ്രവർത്തക ഷാജില ഉൾപ്പെടെയുള്ളവർക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിൽ BJP-യുടെ ഹർത്താലും പരിപാടികളും എല്ലാം പൂർണ്ണമായി ബഹിഷ്കരിക്കുക എന്ന തീരുമാനത്തിൽ തന്നെയാണോ KUWJ പത്രപ്രവർത്തക യൂണിയൻ എത്തിയിരിക്കുന്നത്? ഇത്തരം ഒരു അക്രമത്തെ തുടർന്ന് ഇന്ന് ഒരു ദിവസത്തേക്കാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് മാധ്യമപ്രവർത്തകർ. എന്നാൽ വരും ദിവസങ്ങളിൽ ഈ രീതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടാവുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും BJP-യുടെയും സംഘപരിവാർ സംഘടനകളുടെയും പരിപാടികൾ ബഹിഷ്കരിക്കാൻ തന്നെയാണ് മാധ്യമ പ്രവർത്തകരുടെ ഒരു തീരുമാനം. അതുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം തന്നെ ഇന്നും സംഘടിപ്പിച്ചു, വരും ദിവസങ്ങളിലും സംഘടിപ്പിക്കും. ഒപ്പം അതായത് മാധ്യമപ്രവർത്തകരുടെ കുടുംബങ്ങളെ ഉൾപ്പെടെയുള്ളവരെ നിരത്തിലിറങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ ആക്രമിച്ചാൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് KUWJ-യും അതുപോലെ തന്നെ തിരുവനന്തപുരം പ്രസ് ക്ലബും അറിയിച്ചത്. നമുക്കറിയാം, കോട്ടയത്തും കോഴിക്കോടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ BJP-യുടെ നേതാക്കളുടെ പൊതുപരിപാടികളും അതുപോലെ തന്നെ പ്രസ് മീറ്റ് ഉൾപ്പെടെയുള്ളവ ബഹിഷ്കരിച്ചുകൊണ്ട് KUWJ-യുടെ പത്രപ്രവർത്തക യൂണിയൻ ഓഫീസ് ഇത്തരത്തിൽ പ്രസ് മീറ്റിന് നൽകാതെ തന്നെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനമൊട്ടാകെ ഈ ഹർത്താലിനെതിരെ. നമുക്കറിയാം, പാലക്കാടൊക്കെ ഹർത്താലിന് ഇവരെ നാട്ടുകാർ ആട്ടിയോടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഭാഗത്തൊക്കെ തന്നെ ഇത്തരത്തിൽ രാവിലെ കടകമ്പോളങ്ങൾ തുറന്നു പോയിരുന്നു. അത് അടയ്ക്കാനെത്തിയവരെ വ്യാപാരികൾ തുരത്തി ഓട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ ഈ വർഷം ആരംഭിച്ചപ്പോഴും തന്നെ ഏകദേശം ഇപ്പോൾ 6 ഹർത്താലോട് അടുപ്പിച്ചായി ഇവർ നടത്തുന്നത്. ഒരു മാസത്തിനിടയിൽ ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ആ നാട്ടുകാരും അതുപോലെ തന്നെ പ്രാദേശിക തലത്തിലുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ നൽകുന്ന ഒരു സൂചന. ഇത്തരത്തിലൊരു ഹർത്താലുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള ഒരു സൂചന തന്നെയാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നത്. വിന, വ്യക്തമാണ്. BJP-യുടെ സ്ത്രീ വിരുദ്ധ ഹർത്താലിൽ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർക്കും യാത്രക്കാർക്കുമെതിരെ പരക്കെ ആക്രമണം. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് എമ്പാടും നടക്കുന്നത്. വിവരങ്ങളാണ് റീനു ശ്രീധർ നൽകിയത്. തിരിച്ചെത്താം, ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. ഹർത്താലിൽ ആലപ്പുഴയിൽ വ്യാപകമായ ആക്രമണം. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഭക്ഷണപ്പൊതിയുമായി പോയ വാഹനം അടിച്ചു തകർത്തു. വനിതാ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെയും ആക്രമണമുണ്ടായി. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് BJP സംഘപരിവാർ പ്രവർത്തകർ
സംസ്ഥാനത്ത് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഹർത്താലിൽ ആലപ്പുഴയിൽ വ്യാപകമായ ആക്രമണം. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഭക്ഷണപ്പൊതിയുമായി പോയ വാഹനം അടിച്ചു തകർത്തു. വനിതാ ഡിവൈഎഫ്ഐ പ്രവർത്തകയ്ക്ക് നേരെ ആക്രമണമുണ്ടായി. സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് BJP RSS പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി വാഹനങ്ങളും തകർക്കപ്പെട്ടു. ഒപ്പം തന്നെ KSRTC ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ തകർക്കപ്പെട്ടു. മാധ്യമപ്രവർത്തകർക്ക് നേരെയും പോലീസുകാർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചുകൊണ്ടായിരുന്നു BJP പ്രവർത്തകർ ഇന്ന് സംസ്ഥാനത്ത് അഴിഞ്ഞാടിയത്. തന്നെ കാവ്യ ഭീകരതയുടെ വലിയ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കോട്ടയത്ത് നിന്നും പ്രശാന്ത് ചേരുകയാണ് കോട്ടയത്തെ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, കോട്ടയത്ത് ഇപ്പോൾ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? രാവിലെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ തന്നെയായിരുന്നു കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ എങ്ങനെയാണ് കോട്ടയത്ത് നിന്നുള്ള കാര്യങ്ങൾ? കോട്ടയം ജില്ലയിൽ വ്യാപകമായിട്ടുള്ള അതിക്രമങ്ങളാണ് പാർട്ടി ഓഫീസുകൾക്ക് നേരെയും വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയും അടക്കം അതുപോലെ ബാങ്കുകൾക്ക് നേരെയും RSS BJP അക്രമ സംഘം അഴിച്ചുവിട്ടത്. ജില്ലയിൽ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്രമ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 60 പേരെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീവിരുദ്ധ ഹർത്താലിന്റെ മറവിൽ ജില്ലയിൽ വ്യാപകമായ അതിക്രമങ്ങളാണ് നടന്നത്. ചങ്ങനാശ്ശേരിയിലെ CID ഓഫീസ് അടിച്ചു തകർത്ത അക്രമ സംഘം CPIM ചങ്ങനാശ്ശേരി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലെറിഞ്ഞു. ലോക്കൽ സെക്രട്ടറിക്ക് പരിക്കേറ്റു. അതുപോലെ തന്നെ CID ഓഫീസിലെ കസേരകളും അലമാരയും തകർത്തു. പാമ്പാടി ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായി. ദേശീയ പണിമുടക്കിന്റെ പ്രചരണ ബോർഡുകൾ തകർത്തു. പാലയിലെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് എറിഞ്ഞു തകർത്തു. കൊടിമരങ്ങൾ നശിപ്പിച്ചു. അതുപോലെ തന്നെ പൊൻകുന്നത്ത് വ്യാപാര സ്ഥാപനത്തിന് നേരെ ആക്രമണം ഉണ്ടായി. സ്ഥാപനങ്ങളിലേക്ക് തള്ളിക്കയറിയ BJP സംഘം സ്ഥാപനത്തിലെ മാനേജറെ മർദ്ദിക്കുകയും സ്ഥാപനത്തിനുള്ളിൽ കുടുങ്ങിയ 3 വനിതാ ജീവനക്കാർ അതിനകത്ത് കുടുങ്ങുകയും ചെയ്തു. ഇവരെ പോലീസ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. തലവലപ്പറമ്പ് ബ്രഹ്മമംഗലം ഗ്രാമസ്വരാജ്യ സഹകരണ ബാങ്കിന് നേരെ RSS ആക്രമണം നടത്തി. ആക്രമണത്തിൽ ബാങ്കിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്കേറ്റിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ രീതിയിൽ വലിയ തരത്തിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. പമ്പയിൽ നിന്നും നിലയ്ക്കലിലേക്ക്, അതായത് കോട്ടയത്ത് നിന്നും പമ്പയിലേക്കുള്ള സർവീസുകൾ കോൺവോയാണ് നടത്തിയത്. പോലീസ് സംരക്ഷണയിൽ തന്നെയാണ് ഹർത്താലിനോടനുബന്ധിച്ച് പോലീസ് സംരക്ഷണം തന്നെ നൽകേണ്ടി വന്നു ഇത്തരത്തിലുള്ള സർവീസുകൾ നടത്താൻ. അതുപോലെ തന്നെ നിരവധി അയ്യപ്പ ഭക്തർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായി. എരുമേലിയിലടക്കം ദൂരദേശങ്ങളിൽ നിന്നെത്തിയ ചില സംഘങ്ങൾ, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ RSS പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തിയാണ് എരുമേലിയിലെ കടകളടക്കം അടപ്പിച്ചത്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു സംഘർഷം ആ ഒരു മേഖലയിലേക്ക് രൂപപ്പെട്ടു വന്നിരുന്നെങ്കിലും പോലീസിന്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ മൂലം അത് ഒഴിവാക്കാനായി. അയ്യപ്പ ഭക്തന്മാർ വെള്ളം പോലും കിട്ടാതെ വലയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഈ ഒരു സമയത്ത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ, അതായത് 8ഓളം കേന്ദ്രങ്ങളിൽ 10,000-ഓളം പേർക്ക് ഭക്ഷണപ്പൊതികൾ തന്നെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെ വലിയ ഒരു തരത്തിൽ ഈ സ്ത്രീവിരുദ്ധ ഹർത്താൽ എല്ലാ തരത്തിലും ജില്ലയെ വളരെയധികം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കും അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുന്നതിലേക്ക് ഒരു വേദിയായി മാറുന്ന ഒരു കാഴ്ചയാണ് ജില്ലയിലെമ്പാടും കാണാനായത്. തീർച്ചയായും പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ തന്നെയാണ് ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് ഇന്ന് BJP RSS പ്രവർത്തകർ സംസ്ഥാനത്ത് അഴിച്ചുവിട്ടത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും M സന്തോഷ് കൂടി ചേരുകയാണ്. സന്തോഷ്, കണ്ണൂരിൽ ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതിഗതികൾ? വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെ രാവിലെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണോ? ഇതിന കണ്ണൂർ ജില്ലയിൽ വ്യാപാരി വ്യവസായി സമൂഹവും അതോടൊപ്പം തന്നെ ജനങ്ങളും ഒറ്റക്കെട്ടായി ഹർത്താലിനോട് സഹകരിക്കില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചതാണ് കണ്ടത്. ഇന്നലെ തന്നെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടന്നിരുന്നു. ഈ ഹർത്താൽ പരാജയപ്പെടും എന്നുള്ള ഭീതിയിൽ നിന്നാണ് സംഘപരിവാർ വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ അഴിച്ചുവിട്ടത്. എന്നാലും ഈ അക്രമ സംഭവങ്ങളും ഭീഷണിയും ഉണ്ടായിട്ടും ഭയപ്പെടുത്തി ഹർത്താൽ വിജയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടും അതും പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകൾ പയ്യന്നൂർ, തളിപ്പറമ്പ്, തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെയും കടകൾ തുറന്ന് പ്രവർത്തിച്ചു. കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ ഹോട്ടലുകളും മറ്റും തുറന്ന് പ്രവർത്തിച്ചു. കോഫി ഹൌസ് തുറന്ന് പ്രവർത്തിച്ച കോഫി ഹൌസിന് നേരെ ആക്രമണം നടത്താൻ RSS ശ്രമിച്ചെങ്കിലും അത് ജനങ്ങൾ തന്നെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതേസമയം തന്നെ വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ രാവിലെ മുതൽ വാഹനങ്ങൾക്ക് നേരെ ആക്രമണവും അതോടൊപ്പം തന്നെ തുറന്ന കടകൾക്ക് നേരെ ആക്രമണവും ഉണ്ടായിരുന്നു. കണ്ണൂർ, തലശ്ശേരി, പാനൂർ, പയ്യന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് സംഘർഷം
സംഘർഷത്തിന് RSS നേതൃത്വം നൽകിയത്. കൊളശ്ശേരിയിൽ ദിനേശ് ബി ഡി കമ്പനിക്ക് നേരെ ബോംബേർ ഉണ്ടായി. അതോടൊപ്പം തന്നെ തിരുവങ്ങാട് മേഖലയിലും വ്യാപകമായി വീടുകൾക്ക് ബോംബെറിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. CPM പാർട്ടി പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയാണ് ബോംബേർ ഉണ്ടായിട്ടുള്ളത്. ഈ തിരുവങ്ങാട് നടന്നിട്ടുള്ള ഒരു ബോംബേറിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവർ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അതോടൊപ്പം തന്നെ കൊളവല്ലൂരിൽ പോലീസ് ജീപ്പ് തകർക്കുകയും പോലീസുകാരനെ ആക്രമിക്കുകയും ചെയ്തു. കണ്ണൂർ ടൗണിൽ സ്വകാര്യ വാഹനങ്ങളും ഹോട്ടലുകളും ഹർത്താൽ തകർത്തു. ചിറക്കൽ പഞ്ചായത്ത് ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. പയ്യന്നൂരിൽ 2 KSRTC ബസ്സുകളുടെ ചില്ലുകൾ സംഘം എറിഞ്ഞു തകർത്തു. ശബരിമല കർമ്മസമിതി കണ്ണൂരിൽ നടത്തിയ പ്രകടനത്തിനിടെയാണ് ഇന്ത്യൻ കോഫി ഹൌസ് അടപ്പിക്കാൻ ശ്രമിച്ചത്. ഇത് ജനങ്ങൾ പ്രതിരോധിച്ചതിനാൽ കോഫി ഹൌസ് അടപ്പിക്കാൻ കഴിഞ്ഞില്ല. കടകൾക്കെതിരെയുണ്ടായ അക്രമങ്ങൾക്കെതിരെ കണ്ണൂർ ടൗണിൽ വ്യാപാരി വ്യവസായി സമിതിയും പയ്യന്നൂരിലും അതോടൊപ്പം തന്നെ മറ്റ് നഗരങ്ങളിലും CPIM-ന്റെ നേതൃത്വത്തിലും പ്രകടനം നടന്നു. കണ്ണൂരിൽ നിർത്തിയിട്ടിരുന്ന സേവാഭാരതിയുടെ ആംബുലൻസ് RSSകാർ തന്നെ തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. ഇത്തരത്തിൽ വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായെങ്കിലും ജനജീവിതത്തെ ഹർത്താൽ ബാധിച്ചു എന്ന് പറയാനാകില്ല. കണ്ണൂരിൽ സാധാരണ നിലയിലായിരുന്നു ഇന്നത്തെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയത്. തീർച്ചയായും സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ കണ്ണൂരിൽ ജനജീവിതം തടസ്സപ്പെട്ടില്ല എങ്കിൽ കൂടി വിവിധ സ്ഥലങ്ങളിൽ അക്രമങ്ങൾ ഉണ്ടായതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തതായി അറിയാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും വാഹനങ്ങൾക്ക് നേരെയാണ് വ്യാപകമായ ആക്രമണം ഉണ്ടായത്. നിർത്തിയിട്ട വാഹനങ്ങളെയും നിരത്തിൽ ഇറങ്ങിയ വാഹനങ്ങളെയും ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതോടൊപ്പം തന്നെ കടകൾക്ക് നേരെ രാവിലെ തന്നെ കണ്ണൂർ നഗരത്തിലെ ഹോട്ടലുകളെല്ലാം തുറന്ന് പ്രവർത്തിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രവർത്തിക്കുന്ന 2 ഹോട്ടലുകൾ രാവിലെ തന്നെ അക്രമികൾ എറിഞ്ഞു തകർത്തു. അതിനുശേഷം പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് അക്രമം വ്യാപിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് അത് തടയുകയായിരുന്നു. തലശ്ശേരി തിരുവങ്ങാട് മേഖലയിലാണ് വ്യാപകമായി വീടുകൾക്ക് നേരെയും അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായത്. പലയിടത്തും ബോംബുകൾ ഉണ്ടായി. ദിനേശ് ബി ഡി കമ്പനിക്ക് നേരെ സ്റ്റീൽ ബോംബുകളാണ് എറിഞ്ഞത്. എന്നാൽ ഈ 2 എറിഞ്ഞ ബോംബുകൾ പൊട്ടാത്തതിനാൽ തന്നെ വലിയ അപകടമാണ് ഒഴിവായത്. ഇത്തരത്തിൽ വലിയ സംഘർഷത്തിന് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇപ്പോഴും സംഘപരിവാർ അക്രമം അഴിച്ചുവിടുകയാണ്. ബിബിന, വ്യക്തമാണ്. കണ്ണൂരിലും BJPയുടെ ഹർത്താൽ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ പാനൂർ തലശ്ശേരി മേഖലകളിലാണ് ഇന്ന് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ കണ്ണൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്താൽ വലിയ രീതിയിൽ ജനജീവിതം തടസ്സപ്പെടുത്തുന്നതായി ഹർത്താലിൽ കണ്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ M സന്തോഷ് നൽകിയത്. റാന്നി വലിയകുളത്ത് CPIM ഓഫീസ് ആക്രമിച്ചു. പത്തനംതിട്ടയിൽ നിന്നും ഇപ്പോൾ ഗീവർഗീസ് ചേരുകയാണ്. ഗീവർഗീസ്, പത്തനംതിട്ടയിൽ ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതിഗതികൾ? വിവിധ ജനജീവിതത്തെയും ISSനെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഈ ഹർത്താൽ മൂലം കാണാൻ സാധിച്ചത്. തുറന്ന കടകളെല്ലാം അടപ്പിച്ചു. കൂടാതെ ഇരുചക്ര വാഹനം നിരത്ത് നിർത്തി ഇരുചക്ര വാഹനം ഉൾപ്പെടെയുള്ള ആൾക്കാരെ ആക്രമിക്കാൻ വേണ്ടി BJP പ്രവർത്തകർ ഉരുണ്ടിട്ടിറങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിച്ചത്. ഇതിനിടയിൽ പത്തനംതിട്ട കോഴിക്കോട് സ്റ്റേഷനിലെ SI-മാരായ കവിരാജിനും ഗോപനും നേരെ BJP പ്രവർത്തകർ ആക്രമണം നടത്തി. കവിരാജിന്റെ 2 കൈകൾക്കും ഗോപന്റെ 1 കൈക്കും ഒടിവുണ്ടായി. അതോടൊപ്പം തന്നെ പന്തളത്തും വ്യാപകമായ ആക്രമണമാണ് BJP പ്രവർത്തകർ അഴിച്ചുവിട്ടത്. പന്തളം, ചേരിക്കൽ, മുടിയൂർക്കോണം ഭാഗങ്ങളിൽ 7ഓളം CPM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അതോടൊപ്പം തന്നെ CPM പന്തളം ഏരിയ കമ്മിറ്റി അംഗവും കുടുംബശ്രീ പന്തളം നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ KN സരസ്വതിയുടെ വീടിന് നേരത്തും മങ്കാരം പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി മധുവിന്റെ വീടിന് നേരത്തും BJPയുടെ ആക്രമണം ഉണ്ടായി. അതോടൊപ്പം തന്നെ റാന്നി താലൂക്ക് ആശുപത്രിയുടെ ആംബുലൻസിന് നേരെ പെരുമ്പട്ടിക്ക് സമീപം BJP പ്രവർത്തകർ ആക്രമണം നടത്തി. പാർട്ടി ഓഫീസുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണമാണ് BJP പ്രവർത്തകർ അടിച്ചുവിട്ടത്. റാന്നി വലിയകുളത്ത് CPM ഓഫീസ് ആക്രമിച്ചു. അതോടൊപ്പം തന്നെ അങ്ങാടിക്കൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കുകയും കൊടിമരങ്ങളും മറ്റും തകർക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് ഇപ്പോൾ ഹർത്താൽ പൂർണ്ണമായിരുന്നു. അതോടൊപ്പം തന്നെ പത്തനംതിട്ട ഡിപ്പോയിലേക്ക് രാവിലെ മുതൽ പമ്പയിലേക്കും ചെങ്ങന്നൂർക്കും സർവീസ് ഇല്ലായിരുന്നു. ഉച്ചയോടുകൂടി പോലീസിന്റെ സന്ദർശനയിലാണ് അവിടെ നിന്ന് പമ്പയിലേക്കും ചെങ്ങന്നൂർക്കും സർവീസുകൾ ആരംഭിച്ചത്. ദീപന, ഗീവർഗീസ്, രാവിലെ മുതൽ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് സംസ്ഥാനത്തെമ്പാടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും ഒക്കെ വലിയ രീതിയിലുള്ള ആക്രമണം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഒപ്പം തന്നെ പോലീസ് ഈ അക്രമികളെ പിടികൂടുന്നതിനായി ബ്രോക്കൺ വിൻഡോ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് അവിടെ എത്രത്തോളം പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്?
ഇതുവരെ കിട്ടുന്ന വിവരമനുസരിച്ച് 7 പ്രതികൾ ഉച്ചയോടുകൂടി തന്നെ അറസ്റ്റിലായി എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. കൂടുതൽ അറസ്റ്റ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ എന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ പത്തനംതിട്ട പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും എത്തിച്ചേരുന്നു. കൂടുതൽ ആക്രമണം നടത്തിയവരെ ഇന്ന് തന്നെ പിടികൂടുമെന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ പോലീസ് കേന്ദ്രത്തിൽ നിന്ന് നമ്മെ അറിയിച്ചിരിക്കുന്നത്. ദിവ്ന, വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഗീവർഗീസ് നൽകിയത്. ഹർത്താലിൽ ആലപ്പുഴയിൽ വ്യാപകമായ ആക്രമണം. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഭക്ഷണപ്പൊതിയുമായി പോയ വാഹനം അടിച്ചു തകർത്തു. വനിതാ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെയും ആക്രമണമുണ്ടായപ്പോൾ ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ആലപ്പുഴയിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണോ? വലിയ രീതിയിലുള്ള അക്രമം തന്നെയായിരുന്നു രാവിലെ മുതൽ BJP സംഘപരിവാർ സംഘടനകൾ അഴിച്ചുവിട്ടത്. വാഹനങ്ങൾക്ക് നേരെ, മാധ്യമപ്രവർത്തകർക്ക് നേരെയൊക്കെ വലിയ രീതിയിലുള്ള അക്രമം തന്നെയായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ്? വിപിന, ഇന്ന് രാവിലെ മുതൽ തന്നെ ആലപ്പുഴയിലും വ്യാപകമായിട്ടുള്ള അക്രമങ്ങളാണ് BJPയുടെയും RSSന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രധാനമായിട്ടും ഓരോ കേന്ദ്രങ്ങളിൽ BJPക്ക് സ്വാധീനമുള്ള മേഖലകളിലാണ് കൂടുതൽ അതിക്രമങ്ങൾ നടന്നത്. ഇതിൻ്റെ അകത്ത് എടുത്തു പറയാൻ പറ്റുന്നത് ഉച്ചഭക്ഷണം കഴിഞ്ഞ 2, 3, 4, 5 വർഷമായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നൽകി വരുന്ന DYFI പ്രവർത്തകരാണ്. ഇവർ ഏതാണ്ട് 4000-ത്തിലധികം പേർക്കാണ് ഇത്തരത്തിൽ ഭക്ഷണം നൽകുന്നത്. ഇന്ന് ഭക്ഷണം നൽകേണ്ടിയിരുന്നത് ചെന്നിത്തലയിൽ നിന്നാണ്. ചെന്നിത്തലയിൽ നിന്ന് ഇത്തരത്തിൽ ഭക്ഷണവും കൊണ്ടുവന്ന വാഹനം അവർ തള്ളി തകർക്കുകയുണ്ടായി. ഈ ഭക്ഷണം കൊണ്ടുവരുന്ന വാഹനത്തോടൊപ്പം വനിതാ DYFI പ്രവർത്തകരടക്കമുള്ളവരുണ്ടായിരുന്നു. ഇവർക്കൊക്കെ തന്നെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെ തുടർന്ന് ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് പിന്നെ കൂടുതൽ പ്രവർത്തകരെത്തി ഇവരെ ഈ ഭക്ഷണപ്പൊതികളുമായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ സാധിച്ചത്. ഇപ്പോൾ തുറവൂർ പാർട്ടി ഓഫീസിന് നേരെ അല്പം മുമ്പ് ആക്രമണമുണ്ടായി. ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെയാണ് BJPയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ സംഘടിച്ച് നിന്നുകൊണ്ടും പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം നടത്താനുള്ള ഒരു ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്നുള്ളത്. എന്തായാലും പോലീസും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ ഇതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ പുന്നപ്പുറ പ്രദേശത്തും ഇപ്പോൾ BJP രാത്രിയിലും പ്രകടനം നടത്താനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അക്രമമാണെന്നുള്ളതാണ് ഇതിന് പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം സർക്കാർ ഓഫീസുകളടക്കം അടിച്ചു തകർത്തു. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 8 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 40ഓളം പ്രതികൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങളും പാർട്ടി ഓഫീസുകൾക്ക് നേരെയും ഏതാണ്ട് 6 പാർട്ടി ഓഫീസുകളാണ് CPMന്റേത് ഇന്ന് നടന്ന ഹർത്താലിനോടനുബന്ധിച്ച് അക്രമികൾ അടിച്ചു തകർത്തത്. ഇതോടൊപ്പം തന്നെ കടകമ്പോളങ്ങൾ നിരവധി അടിച്ചു തകർക്കും. ഇത്തരം നിരവധി അക്രമങ്ങളാണ് ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നമുക്കിപ്പോഴും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. തീർച്ചയായും ഷാജഹാൻ, അതോടൊപ്പം തന്നെ 6 മണി വരെയാണ് BJP ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയോ? വിഭിന്ന വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഓടിത്തുടങ്ങി. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും പാർട്ടി ഓഫീസുകളും മറ്റും അടിച്ചു തകർക്കാനുള്ള ഒരു ശ്രമമാണ് BJPയുടെയും RSSന്റെയും ഭാഗത്ത് നടക്കുന്നത്. ഇത്തരത്തിൽ അവർക്ക് സ്വാധീനമുള്ള മേഖലകളിലുള്ള പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടിച്ചു വരികയാണ് BJPയും അതോടൊപ്പം തന്നെ RSSും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസും അവിടെ വളരെ സന്നദ്ധരായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും രാവിലെ നമ്മൾ കണ്ടതുപോലെ കല്ലേറും അതോടൊപ്പം തന്നെ കടകമ്പോളങ്ങൾ അടിച്ചു തകർക്കുക തുടങ്ങിയ പ്രവർത്തികളാണ് BJPയുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. ഇന്നും നടന്ന പ്രതിഷേധങ്ങളിലും പ്രകടനങ്ങളിലുമൊക്കെ ഇത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇന്നലെയും ഇത് തന്നെയായിരുന്നു BJPയുടെയും RSSന്റെയും ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നമുക്കിന്ന് കാണാൻ സാധിച്ചത്. തീർച്ചയായും ഷാജഹാൻ, ഇന്നലെ മുതൽ BJP പ്രവർത്തകർ സംസ്ഥാനത്തെമ്പാടും അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇതുവരെ അത് അവസാനിപ്പിക്കുക എന്നൊരു കാര്യത്തിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നതിന്റെ സൂചന തന്നെയാണ്. അല്പം മുൻപ് നടന്ന LDF പ്രതിഷേധ റാലിയിലേക്ക് കല്ലേറ് നടത്തി പോലീസ് ലാത്തിചാർജ് വീശിക്കൊണ്ട് വലിയ രീതിയിലൊരു സംഘർഷം സൃഷ്ടിക്കുകയുണ്ടായി. ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംഘർഷത്തിന് ഒരു അവസാനം ഉണ്ടാക്കാതെ ഈ സംഘർഷം തുടർന്നുകൊണ്ട് പോവുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ RSS എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും BJPയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു ശ്രമമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ BJP പൂർണ്ണമായിട്ടും എല്ലാ മേഖലകളിലും സംഘടിച്ചുകൊണ്ട് CPMന് നേരെയും അതോടൊപ്പം തന്നെ കടകമ്പോളങ്ങൾക്ക് നേരെയും നേരത്തെ വനിതാ മതിലിൽ പങ്കെടുത്ത സ്ത്രീകൾക്ക് നേരെയുമൊക്കെ അതിക്രമം നടത്തിവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത് തന്നെയായിരുന്നു BJPയുടെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവൃത്തി തന്നെയാണ് നമുക്ക് ഇന്നും വിവിധ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സ്വാധീന മേഖലയിലുള്ള BJP പ്രവർത്തകർ അവിടെ സംഘടിച്ചുകൊണ്ട് ഇപ്പോഴും ഹർത്താലിൻ്റെ സമയം കഴിഞ്ഞിട്ട് പോലും പാർട്ടി ഓഫീസുകൾക്ക് നേരെ ആക്രമണം നടത്താനായിട്ട് സംഘടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെ എതിർക്കാനായിട്ട് BJP എതിർക്കുന്നതിനായിട്ട് CPM ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്.
പക്ഷേ ഇത്തരത്തിലൊരു അക്രമം തെരുവിൽ നടന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ശക്തമായ പോലീസും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ബിബിന. വ്യക്തമാണ്. ഹർത്താലിൽ ആലപ്പുഴയിൽ വ്യാപകമായ ആക്രമണം. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഭക്ഷണപ്പൊതിയുമായി പോയ വാഹനം അടിച്ചു തകർത്തു. വനിതാ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെയും ആക്രമണമുണ്ടായി. വിവരങ്ങളാണ് ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക്. ശബരിമല വിഷയത്തിൽ ഓർഡിനൻസ് ഇറക്കണമെന്ന വിഷയം UDF എംപിമാർ ചർച്ച ചെയ്തിട്ടില്ല എന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എന്നാൽ കേന്ദ്ര നേതൃത്വവുമായി ആലോചിക്കാതെ ഓർഡിനൻസ് തീരുമാനം എടുക്കില്ല എന്നും മുല്ലപ്പള്ളി. ഇപ്പോൾ വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, വിശദാംശങ്ങൾ. വിവിധ അല്പസമയത്തിന് മുന്നെയാണ് KPCC അധ്യക്ഷനായിരിക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ KPCCയുമായി ആലോചിക്കാതെയാണ് UDF എംപിമാരടക്കം മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ്. കാരണം ശബരിമല വിഷയത്തിൽ ഇന്നലെ വൈകുന്നേരം 6 മണിയോട് കൂടി തന്നെ UDFിലെ 7 എംപിമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ സഭയ്ക്ക് ശേഷം ലോക്സഭ രാജ്യസഭ തിരിഞ്ഞതിനു ശേഷമായിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. ആ സമയത്ത് അവർ പ്രധാനമായി വ്യക്തമാക്കിയത് നിലവിൽ ഓർഡിനൻസ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഉടനെ ഓർഡിനൻസ് ഇറക്കണം. ആ ഓർഡിനൻസ് ഇറക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി അടുത്ത ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനുള്ള സമയം ചോദിച്ചിട്ടുണ്ടെന്നായിരുന്നു വ്യക്തമാക്കിയത്. അതിന്റെ ഇന്നലെയാണ് ആ കാര്യം വ്യക്തമാക്കിയത്. അപ്പൊ അതിന്റെ ഇന്നോടുകൂടി തന്നെ പ്രധാനമന്ത്രിയെ കാണാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നും അവർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്നാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കുന്നു ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. അദ്ദേഹം KPCC അധ്യക്ഷനാണ് എന്നത് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം. കാരണം അദ്ദേഹം പോലും KPCC അധ്യക്ഷനായാണ് UDF എംപിമാർ ഇങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന് പുറമെ അദ്ദേഹം മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി വടകരയിൽ നിന്നുള്ള MP കൂടിയാണ്. അങ്ങനെ UDF എംപിമാർ തീരുമാനമെടുക്കുമ്പോൾ ഈ പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തെ ഒരു ഭിന്നതയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇന്നലെ പത്രസമ്മേളനം നടത്തിയ 7 എംപിമാർ PK കുഞ്ഞാലിക്കുട്ടി, കൊടിക്കുന്ന് സുരേഷ്, AK പ്രേമചന്ദ്രൻ, ജോസ് കെ മാണി, ആന്റോ ആന്റണി, ET മുഹമ്മദ് ബഷീർ, AK രാഘവൻ എന്നിങ്ങനെ 7 പേരാണ് പത്രസമ്മേളനം നടത്തിയത്. അതിൽ തന്നെ കൊടിക്കുന്ന് സുരേഷ് എന്ന് പറയുന്നത് വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. കാരണം കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് KPCCയുടെ. അദ്ദേഹം ഇങ്ങനെ വിഷയമുണ്ട്. അദ്ദേഹം പോലും ഇത് മുല്ലപ്പള്ളി രാമചന്ദ്രനോട് കാര്യം ചർച്ച ചെയ്തില്ല. കാരണം അദ്ദേഹം KPCC അധ്യക്ഷനാണ് എന്നത് ഏറ്റവും ശ്രദ്ധേയം. അതിനൊപ്പം തന്നെ അദ്ദേഹം ഈ പറയുന്ന ഒരു വടകരയിൽ നിന്നുള്ള MP കൂടിയാണ്. കാരണം ഇതിൽ തന്നെയാണ് വ്യക്തമായി തന്നെ കോൺഗ്രസിനകത്തെ ഭിന്നതയാണ് വ്യക്തമായി തന്നെ പുറത്തു വരുന്നത്. ആദ്യം തൊട്ടേ ശബരിമല വിഷയത്തിൽ ഓർഡിനൻസ് ഇറക്കണമെന്ന വിഷയം UDF എംപിമാർ ചർച്ച ചെയ്തിട്ടില്ല എന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എന്നാൽ കേന്ദ്ര നേതൃത്വവുമായി ആലോചിക്കാതെ ഓർഡിനൻസ് തീരുമാനം എടുക്കില്ല എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. വിവരങ്ങളാണ് ഇപ്പോൾ ഹരീഷ് നൽകിയത്. ഹർത്താൽ അതിക്രമങ്ങൾ തടയാൻ പോലീസിന്റെ സ്പെഷ്യൽ ഡ്രൈവ് ബ്രോക്കൺ വിൻഡോ എന്ന പേരിലാണ് പോലീസ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നത്. ഹർത്താൽ അക്രമങ്ങളിൽ നിലവിൽ സംസ്ഥാനത്ത് 226 പേരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ വിവരങ്ങളുമായി ജീവൻ ചേരുകയാണ്. ജീവൻ, വലിയ രീതിയിലൊരു മൂവ് തന്നെയാണ് പോലീസ് എടുത്തിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രോക്കൺ വിൻഡോ എന്ന പേരിൽ ഇപ്പോൾ അക്രമികളെ അറസ്റ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യവുമായി ഇപ്പോൾ പോലീസ് വന്നിരിക്കുകയാണ്. 226 പേരെയാണ് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങൾ. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവങ്ങൾ അന്വേഷിക്കുന്നതിനും ഒപ്പം അക്രമകാരികളെ പിടികൂടുന്നതിനുമാണ് ബ്രോക്കൺ വിൻഡോ എന്ന പേരിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള കണക്കനുസരിച്ച് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ 266 പേർ അറസ്റ്റിലായിട്ടുണ്ട്. 334 പേരെ കരുതൽ തടങ്കിൽ അടിച്ചിട്ടുണ്ട്. അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്യുന്നതിന് ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ നിരന്തരമായ അക്രമ സംഭവങ്ങളിൽ പങ്കാളികളാകുന്നവരുടെ ഫോട്ടോകളും അടക്കമുള്ള ആൽബം തയ്യാറാക്കുന്നതിനായി ജില്ലാ പോലീസ് മേധാവിമാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ഡാറ്റാബേസ് പിന്നീട് ഭാവിയിൽ ഉപയോഗിക്കും. വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുന്നതിനും ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നതിനുമാണ് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ബെഹ്റ ഇപ്പോൾ വിവിധ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. വ്യക്തമാണ്. ഹർത്താൽ അതിക്രമങ്ങൾ തടയാൻ പോലീസിന്റെ സ്പെഷ്യൽ ഡ്രൈവ് ബ്രോക്കൺ വിൻഡോ എന്ന പേരിലാണ് പോലീസ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നത്. ഹർത്താൽ അക്രമങ്ങളിൽ നിലവിൽ സംസ്ഥാനത്ത് ഇതിനോടകം 226 പേരെ അറസ്റ്റ് ചെയ്തു. വിവരങ്ങളാണ് ജീവൻ കുമാർ നൽകിയത്. നവോത്ഥാന ചരിത്രത്തിൽ വനിതാ മതിൽ പുതിയ അധ്യായമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതിലിനെ തകർക്കാൻ ബോധപൂർവമായ ഇടപെടലുണ്ടായി. ഈ നീക്കവും പരാജയപ്പെട്ടതായും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനായി സ്വകാര്യ ബിഡിൽ പങ്കെടുക്കാൻ ലീഗൽ കൺസൾട്ടൻസിയെ നിയമിച്ചു. നെയ്യാറ്റിൻകരയിലെ സനലിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു.
സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ അധ്യായമായി മാറി കേരളത്തിൽ വനിതകൾ തീർത്ത വൻമതിൽ. പ്രഖ്യാപിച്ചതിനേക്കാൾ വലിയ സംരംഭത്തിലേക്ക് അത് എത്തിച്ചു. മതിൽ ഭാവി കേരളത്തിന്റെ ദിശ തന്നെ തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനങ്ങളുണ്ട്. നവോത്ഥാനത്തെ തകർക്കാൻ വേണ്ടി നോക്കുന്നവർക്കെതിരെയുള്ള മറുപടിയായി ഒരു പുതിയ നവോത്ഥാനത്തിന്റെ കേളിക്കൊട്ടുകൂടിയായി ഈ വനിതാ മതിലിനെ ഭാവി ചരിത്രം രേഖപ്പെടുത്തും എന്നതാണ് നാം കാണേണ്ടത്. ഇതിന്റെ തുടർച്ചയായി കൂടുതൽ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കും. ഇതിനായി തുടർ ചർച്ചകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം സ്വകാര്യ മേഖലയിലേക്ക് ഒരു കാരണവശാലും പോകരുത്. ഇതിനായി ബിഡിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ലീഗൽ കൺസൾട്ടന്റിനെ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. വിമാനത്താവളം സ്വകാര്യ മേഖലയിലേക്ക് പോകാൻ പാടില്ല എന്നത് തന്നെയാണ് സർക്കാർ കാണുന്നത്. കൺസോർഷ്യം രൂപീകരിച്ച് ബിഡിൽ പങ്കെടുക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി അതിന്റെ ഒരു ലീഗൽ കൺസൾട്ടൻസി വേണം. അപ്പോൾ ലീഗൽ കൺസൾട്ടന്റായി പ്രമുഖ ലീഗൽ കൺസൾട്ടന്റ് സിറിൽ അമർചന്ദ് മംഗൾദാസ് നിയോഗിക്കാൻ ഇന്ന് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. നെയ്യാറ്റിങ്കരയിൽ മരണപ്പെട്ട സനൽകുമാറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹൈദരാബാദിൽ നിന്നുള്ള വനിതാ മാധ്യമ പ്രവർത്തക പമ്പയിലെത്തി. TV9 ലേഖിക ദീപ്തി വാജ്പേയിയും ക്യാമറാമാനുമാണ് ജോലിയുടെ ഭാഗമായി എത്തിയത്. സന്നിധാനത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അക്രമസാധ്യത കണക്കിലെടുത്ത് പോലീസ് വൻ സുരക്ഷ ഒരുക്കിയിരുന്നു. No, I'm here as a reporter. I'm doing my job. I've come for the coverage. You are not going to Sabarimala, right? You are here to Pamba only. No, I have no plans to go to Sabarimala as of now. You are come to Pamba only. Your name is? I'm Deepti Vajpayee from TV9 Hyderabad. Okay. I'm a reporter. I'm on my job. I'm doing the job just like all of you. Okay, fine. Yeah. Thank you. Yeah, of course. Pardon me? You came only for the reporting, now? Yes. Yes. So you are not going to Sannidhanam, right? Yes. You came only for Pamba reporting, right? Yes. Right. Thank you. Okay, thank you. കോഴിക്കോട് ജില്ലയിൽ RSS BJP അക്രമം. ഹർത്താലിനെ തള്ളി പുറത്തിറങ്ങിയവരെയും യാത്രക്കാരെയും സംഘപരിവാർ സംഘം ആക്രമിച്ചു. ഹർത്താൽ തുടങ്ങും മുൻപ് തന്നെ കോഴിക്കോട് സംഘപരിവാർ സംഘം ആക്രമണം ആരംഭിച്ചിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും ചേവായൂരിലെത്തിയ ടൂറിസ്റ്റ് സംഘത്തെ ആക്രമിച്ചുകൊണ്ടാണ് സംഘപരിവാർ സംഘം ആക്രമണം പരമ്പര തന്നെ അരങ്ങേറിയത്. വഴിയോരത്തുള്ളവരെയും മാധ്യമപ്രവർത്തകരെയും RSS BJP സംഘത്തിലെ അക്രമികൾ വെറുതെ വിട്ടില്ല. കുന്നമംഗലത്തും പടനിലത്തും പാറപ്പടിയിലും റോഡിൽ ടയറുകൾ കത്തിച്ചിട്ടു. RSS BJP സംഘം റോഡിൽ നിരത്തിയിട്ട കല്ലിൽ ബൈക്കിടിച്ച് തിരുവമ്പാടി കല്ലുകുറ്റിയിലെ മദ്രസ അധ്യാപകൻ അബൂബക്കർ മുസ്ലിയാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. താമരശ്ശേരി ചമനിൽ വയനാട് സ്വദേശികളുടെ വാഹനം തടഞ്ഞ് ക്രൂരമായി മർദ്ദിച്ചു. ഞങ്ങൾ വാനിൽ ഇറങ്ങിയപ്പോൾ ഇരുമ്പ് തണ്ട്, അതുപോലെ വടിവാൾ പോലത്തെ സാധനങ്ങളുണ്ട്, കത്തി പോലത്തെ സാധനങ്ങളായിട്ട് ഞങ്ങളടുത്തേക്ക് വന്നു. ഞങ്ങളെ ഉപദ്രവിച്ചപ്പോൾ ഞങ്ങൾ ഓടി മാറിയപ്പോൾ ഞങ്ങളെ വാഹനം ബൊലീറോ ആയിരുന്നു. ബൊലീറോ അടിച്ച് തകർക്കുകയും പയ്യോളി, നാദാപുരം, കൊയിലാണ്ടി എന്നിവിടങ്ങളിൽ പോലീസ് ജീപ്പുകൾ തകർത്തു. KSRTC ബസ്സുകൾക്ക് നേരെയും കല്ലെറുണ്ടായി. കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെ പോലീസ് സംരക്ഷണയിൽ KSRTC സർവീസ് നടത്തി. RSS BJP സംഘം കോഴിക്കോട് പ്രകടനമായി എത്തി ടൗണിലും മിഠായി തെരുവിലും ആക്രമണം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. സ്ത്രീവിരുദ്ധ ഹർത്താലിനെ പാടെ തള്ളിയ കോഴിക്കോടിന്റെ മനസ്സിനെ ഭയപ്പെടുത്തിയും ആക്രമിച്ചുമാണ് ഇന്ന് സംഘപരിവാർ സംഘം ഹർത്താൽ നടത്തിയത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.
ശബരിമലയിലെത്തുന്ന യുവതികൾക്ക് പോലീസ് പ്രത്യേക സുരക്ഷ ഒരുക്കേണ്ടതില്ലെന്ന് നിരീക്ഷക സമിതി. സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. ക്രമസമാധാന പാലനം പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്നും റിപ്പോർട്ടിലുണ്ട്. നിരീക്ഷക സമിതി ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന രണ്ടാമത്തെ റിപ്പോർട്ടാണിത്. ശബരിമലയിൽ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് പ്രത്യേക പോലീസ് സംരക്ഷണം നൽകേണ്ടതില്ലെന്നാണ് മേൽനോട്ട സമിതി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്തരത്തിൽ സംരക്ഷണം നൽകുന്നത് മറ്റ് ഭക്തരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ പ്രതികൂലമായി ബാധിക്കും. മകരവിളക്ക് കാലത്ത് തിരക്ക് വർദ്ധിക്കാനിരിക്കുകയാണ്. ഈ സമയത്ത് ചിലർക്ക് മാത്രം സംരക്ഷണം നൽകുന്നത് തിരക്ക് വർദ്ധിപ്പിക്കുകയും അപകട സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും. ആളുകൾ കൊക്കയിൽ വീഴാനും സാധ്യതയുണ്ട്. ഡിസംബർ 24-ന് 2 സ്ത്രീകൾ വന്നപ്പോൾ 20 കിലോമീറ്റർ ദൂരത്തിലാണ് ക്യൂ ഉണ്ടായത്. ഇത് സാധാരണ ഭക്തരുടെ ആരാധനാവകാശങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും ഹനിക്കുന്നതാണ്. അതിനാൽ പ്രത്യേക സുരക്ഷ വിശിഷ്ട വ്യക്തികൾക്കും കോടതി അനുവദിക്കുന്നവർക്കും മാത്രമേ പാടുകയുള്ളൂവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് അക്രമം ഒഴിച്ചുവിട്ട ബിജെപി സംഘപരിവാർ പ്രവർത്തകർക്ക് എടപ്പാളിൽ നിന്ന് തിരിച്ചടി. എടപ്പാളിൽ അക്രമം നടത്താനെത്തിയ ബിജെപിക്കാരെ നാട്ടുകാർ അടിച്ചോടിച്ചു. യുവതീ പ്രവേശനത്തെ ചൊല്ലി ബിജെപി സംഘപരിവാർ സംസ്ഥാന വ്യാപകമായി അക്രമം അഴിച്ചുവിട്ട പശ്ചാത്തലത്തിലാണ് മലപ്പുറം ചങ്ങരംകുളത്തെ തിരിച്ചടി നേരിട്ടത്. ഉച്ചയ്ക്ക് 1 മണിയോടെ സംഘപരിവാർ പ്രവർത്തകർ ഇരുചക്രവാഹനങ്ങളിൽ നഗരമധ്യത്തിലേക്കെത്തി അക്രമം അഴിച്ചുവിടാനാണ് പദ്ധതിയിട്ടത്. എന്നാൽ ഇവർ നഗരത്തിലേക്ക് നീങ്ങുന്നതായി നേരത്തെ അറിഞ്ഞ നാട്ടുകാർ നഗരമധ്യത്തിൽ തമ്പടിക്കുകയായിരുന്നു. തുടർന്ന് ഇരുചക്രവാഹനങ്ങളിലെ എത്തിയ പ്രതിഷേധക്കാരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നേരിട്ടു. തടിച്ചുകൂടിയ നാട്ടുകാർ പ്രതിഷേധക്കാരെ അടിച്ചോടിച്ചു. ചങ്ങരംകുളത്ത് നിന്ന് ബൈക്കുകളിലെത്തി എടപ്പാളിൽ അക്രമം നടത്താനായിരുന്നു RSSകാരുടെ പദ്ധതി. എടപ്പാളിൽ നിന്ന് കൂടുതൽ BJP പ്രവർത്തകരെ അക്രമത്തിന് കൂട്ടാനും പദ്ധതിയുണ്ടായിരുന്നു. ഇത് മുൻകൂട്ടി അറിഞ്ഞ നാട്ടുകാർ സംഘടിതമായി അടിച്ചോടിക്കുകയായിരുന്നു. അക്രമം നടത്ത നാട്ടുകാർ തന്നെ പ്രതിഷേധക്കാരെ നേരിട്ടത് BJPക്ക് ഫലത്തിൽ തിരിച്ചടിയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്. എറണാകുളം ജില്ലയിൽ BJP ആഹ്വാനം ചെയ്ത ഹർത്താലിനോട് സഹകരിക്കാതെ ജനങ്ങൾ. കൊച്ചി നഗരത്തിലെ പ്രധാന മാർക്കറ്റുകളിലും ഉൾപ്രദേശങ്ങളിലും BJPയുടെ പ്രതിഷേധം വകവയ്ക്കാതെ കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും നിരത്തിലിറങ്ങി. പറവൂരിൽ പാർട്ടി ഓഫീസിന് നേരെയും വടക്കേക്കര പോലീസ് സ്റ്റേഷന് നേരെയും BJPയുടെ ആക്രമണമുണ്ടായി. മെട്രോ നഗരമായ കൊച്ചി BJPയുടെ സ്ത്രീവിരുദ്ധ ഹർത്താലിനെ പൂർണ്ണമായും തള്ളി. കൊച്ചിയുടെ ഹൃദയഭാഗത്തുള്ള ബ്രോഡ്വേയിലും കലൂർ മാർക്കറ്റിലും കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. ഉൾപ്രദേശങ്ങളിലും വ്യാപാരികൾ ഹർത്താലിനെ അനുകൂലിച്ചില്ല. മിക്കയിടത്തും BJP പ്രവർത്തകർ കടകൾ അടപ്പിക്കാനെത്തിയപ്പോൾ വ്യാപാരികളും പോലീസും ചേർന്ന് പ്രതിരോധിച്ചു. സംഘപരിവാർ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പെണ്ണുങ്ങൾ മല കയറുന്നതിന്റെ കൂടെ എന്ത് സംഭവിച്ചു? വല്ല സംഭവിച്ചാൽ ഒന്നും സംഭവിച്ചില്ല. ആകാശം നിന്ന് വീണിട്ടില്ല. പക്ഷെ ഇതൊക്കെ ചില സ്വാർത്ഥ താല്പര്യക്കാരി അവരുടെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉള്ള ഈ ഹർത്താലാണ്. സാധാരണ എന്നെ പോലെ പാവപ്പെട്ട ആളുകൾക്ക് ജീവിക്കണ്ടേ ഇവിടെ, അതിനുവേണ്ടി മാത്രം. ഒരിക്കലും ഇത് ന്യായമല്ലല്ലോ. കാരണം ശബരിമലയിലൊരു വിഷയമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ട കച്ചവടക്കാരെന്ത് പഠിച്ചിട്ടാ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതമാർഗം മുട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇവരാരാ? ഞങ്ങളുടെ ജീവിതമാർഗം അല്ലാണ്ട് ഞങ്ങൾ മറ്റു മാർഗങ്ങളിലേക്കൊന്നും പോകുന്നില്ലല്ലോ. അവരുടെ പ്രതിഷേധങ്ങൾ അവർ പ്രകടിപ്പിച്ചോട്ടെ, ഞങ്ങളുടെ മുഖത്തോട്ട് വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഒരിക്കലും. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും BJPയുടെ അക്രമം ഭയന്ന് നിരത്തിലിറങ്ങിയില്ല. എന്നാൽ ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ മോട്ടോർ വാഹനങ്ങളും യഥേഷ്ടം നിരത്തിലിറങ്ങി. ആലുവയിലും കടകൾ അടപ്പിക്കാനുള്ള BJPയുടെ ശ്രമം നാട്ടുകാർ തന്നെ പ്രതിരോധിച്ചു. പറവൂരിൽ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ RSSകാർ അക്രമം അഴിച്ചുവിടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വടക്കേക്കര പോലീസ് സ്റ്റേഷൻ നേരെയും സംഘപരിവാർ ആക്രമണം ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംഘപരിവാറിന്റെ അക്രമത്തിനിരയായ കൈരളി പീപ്പിൾ TV ക്യാമറ വുമൺ ഷാജിലയ്ക്ക് പിന്തുണയുമായി സാമൂഹ്യ മാധ്യമങ്ങൾ. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് ഷാജില ആക്രമിക്കപ്പെട്ടത്. അക്രമത്തെ കൂസാതെയും ദൃശ്യങ്ങൾ പകർത്തുന്ന ഷാജിലയുടെ ഫോട്ടോ മാതൃഭൂമി ഫോട്ടോഗ്രാഫർ MP ഉണ്ണികൃഷ്ണനാണ് പകർത്തിയത്. ഷാജിലയുടെ വീട് വ്യവസായ മന്ത്രി EP ജയരാജൻ സന്ദർശിച്ചു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാനത്തെ കലാപഭൂമിയാക്കാനുള്ള സംഘപരിവാർ നടത്തിവരുന്ന ആക്രമണത്തിന്റെ ഇരയായിരുന്നു കൈരളി TV ക്യാമറ വുമൺ ഷാജില അലി ഫാത്തിമ. കഴിഞ്ഞ 2 ദിവസമായി തലസ്ഥാന നഗരിയിൽ നടന്ന സംഘപരിവാർ അക്രമങ്ങളെ ഷാജിലയുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത് ലോകർ കാണാൻ ഇടയായതാണ് ഷാജിലയെ ഉന്നം വയ്ക്കാൻ സംഘപരിവാറുകാർ തയ്യാറായത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് പ്രകോപനമില്ലാതെ സംഘപരിവാറുകാർ
മാധ്യമപ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിച്ചത്. ഒരു വനിതയാണെന്ന പരിഗണന പോലും ഇല്ലാതെ അതിക്രൂരമായി ഷാജിലയും ആക്രമിക്കപ്പെട്ടു. ക്യാമറ പിടിച്ചുവാങ്ങുകയും മൈക്ക് തല്ലി തകർക്കുകയും ചെയ്തു. എങ്കിലും ഷാജിലയുടെ കർത്തവ്യവീരത്തെ തകർക്കാൻ ഇവർക്കായില്ല. വേദന കടിച്ചമർത്തി സധൈര്യം ദൃശ്യങ്ങൾ പകർത്തിയ ഷാജിലയുടെ ചിത്രം പല മാധ്യമങ്ങളും തമസ്കരിച്ചെങ്കിലും കൈവിടില്ല കർത്തവ്യമെന്ന തലക്കെട്ടിൽ മാതൃഭൂമി പ്രസിദ്ധീകരിക്കുകയും സമൂഹമാധ്യമങ്ങൾ ഇരുകയും നീട്ടി ഷാജിലയെ ഏറ്റെടുക്കുകയും ചെയ്തു. പരിക്കുകളോടെ കഴിയുന്ന ഷാജിലയുടെ അവസ്ഥയെക്കുറിച്ച് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പരാമർശിക്കുകയും വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ പരിക്കേറ്റു കഴിയുന്ന ഷാജിലയെ വീട്ടിലെത്തി സന്ദർശിക്കുകയും ചെയ്തു. കൊട്ടേഷൻ ഭീകര സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തിനെതിരെ, നമ്മുടെ നാടിൻ്റെ സമാധാനപരമായ ജീവിതത്തിന് നേരെ വലിയ ആക്രമണമാണ് ഇവർ അഴിച്ചുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭീകര സംഘത്തിനെതിരായി എല്ലാ ജനങ്ങളും ഒന്നിച്ചണിനിരക്കണമെന്നാണ് ഇവരുടെ ഈ പ്രവൃത്തികൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സംഘപരിവാർ ഭീകരതയ്ക്കുമെതിരെയുള്ള പ്രതീകമായാണ് ഷാജില അലി ഫാത്തുമയുടെ ഈ ചിത്രം ഇനി രേഖപ്പെടുത്തുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹർത്താലിനെതിരെ കടകൾ തുറന്ന് കോഴിക്കോട് മിഠായി തെരുവിലെ വ്യാപാരികൾ. കടകൾക്ക് നേരെ ഹർത്താൽ അനുകൂലികളുടെ വ്യാപക അക്രമം. 4 പേർ പോലീസ് പിടിയിൽ. ഇവർ ഉപയോഗിച്ച ആയുധങ്ങളും പിടികൂടി. കോർട്ട് റോഡിലെ ഗണപതി മാരിയമ്മൻ ക്ഷേത്ര കോമ്പൌണ്ടിലെ VHP ഓഫീസിൽ നിന്നാണ് കൊടുവാൾ അടക്കമുള്ളവ പോലീസ് കണ്ടെത്തിയത്. കടകൾ തുറന്ന വ്യാപാരികൾക്ക് ഡിവൈഎഫ്ഐയുടെ പിന്തുണയും നൽകി. വലിയ അക്രമമാണ് മിഠായി തെരുവിൽ സംഘപരിവാർ നടത്തിയത്. കടകൾ തുറക്കുമെന്ന് പ്രഖ്യാപിച്ച വ്യാപാരികൾ കടകൾ തുറന്നതോടെ സംഘപരിവാർ പ്രതിഷേധവുമായെത്തി. പ്രകടനമായെത്തിയാണ് വ്യാപാരികൾ കടകൾ തുറന്നത്. 10 കടകൾ തുറന്നു പ്രവർത്തിച്ചു. ഇത്ര കാലമായിട്ട് ഭയങ്കര വിഷയം തന്നെ. എപ്പോഴും മാസത്തിൽ 5-6 ഹർത്താലുകളാണ്. അപ്പം അതിനെതിരെ നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യ വിഷയം. നിർബന്ധമായിട്ട് പ്രതികരിക്കും, എന്തായാലും തുറക്കും ചെയ്യും. വ്യാപക അക്രമങ്ങളെ തുടർന്ന് ചില കടകൾ പൂട്ടിയെങ്കിലും 2 കടകൾ തുറന്നു കിടന്നു. പോലീസ് വ്യാപാരികൾക്ക് സുരക്ഷയൊരുക്കി. ഡിവൈഎഫ്ഐയും സംരക്ഷണ വലയം തീർത്തു. മിഠായി തെരുവിൽ അക്രമികളെ തുരത്താൻ ലാത്തി വീശിയ പോലീസ് ഗ്രനേഡും പ്രയോഗിച്ചു. വ്യാപകമായി കടകൾ അടിച്ചു തകർത്ത ക്രിമിനൽ സംഘം കോർട്ട് റോഡിലെ ഗണപതി മാരിയമ്മൻ ക്ഷേത്രത്തിലാണ് അഭയം തേടിയത്. VHP ജില്ലാ കമ്മിറ്റി ഓഫീസും ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. അക്രമികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രകടനം നടത്തി. പോലീസ് ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് 4 പേരെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആയുധങ്ങൾ കണ്ടെടുത്തു. കൊടുവാൾ, ദണ്ഡ, കുപ്പികൾ എന്നിവ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. അവരുടെ ഉദ്ദേശം വേറെ രൂപത്തിൽ പോകുന്നുണ്ടാണ്. അത് നമ്മുടെ ഗുഡ് സെൻസ് പ്രിവെയിൽ മറ്റേ വ്യാപാര വ്യവസായികൾ സംഘത്തിലെ മറ്റവർ കൊണ്ട് നമുക്ക് സഹായം ചെയ്തുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട് ഒരു പുറത്ത് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഇവരുടെ ഉദ്ദേശം വേറെ എന്താണ്. കോഴിക്കോട് റഹ്മാൻ ബസാറിലും CPIM സംരക്ഷണത്തിൽ കടകൾ തുറന്നു. വലിയ അക്രമം അരങ്ങേറിയ മിഠായി തെരുവ് ജില്ലാ കലക്ടർ സാംബശിവറാവു സന്ദർശിച്ചു. ഹർത്താലിനെതിരെ ഉയർന്ന ജനകീയ രോഷമാണ് കച്ചവടം നടക്കില്ലെന്നറിഞ്ഞിട്ടും കോഴിക്കോട്ടെ വ്യാപാരികളെ കടകൾ തുറക്കാൻ പ്രേരിപ്പിച്ചത്. ക്യാമറാമാൻ RK ഫിറോഷിനൊപ്പം കോഴിക്കോട് നിന്നും AK ലതീഷ്. ചാലയിൽ നിന്നും ചെറുകിട വ്യാപാരികളുടെ പ്രതികരണത്തിലേക്ക്. ഇന്ന് രാവിലെ വന്ന് കട തുറന്നു. ഇതുവരെയ്ക്ക് ആരും ശല്യം ചെയ്യാൻ വന്നില്ല. ഇതുവരെയ്ക്ക് ഇന്നലെ സാധനങ്ങൾ വിൽക്കാതെ കിടന്ന് സാധനം എടുത്തിട്ട് വിൽക്കുന്നു. രാവിലെ വന്ന് ഇന്നലെ രാത്രി പറഞ്ഞ് കട അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. ഇന്ന് രാവിലെ ഇതുവരെ ആരും വന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സാധനം എടുത്തിട്ട് 10-40,000 നഷ്ടം. കമ്മൽ ഒരു പണയം വെച്ചാണ് ജീവിക്കുന്നത്. ദിവസ പലിശയ്ക്ക് എടുത്താണ് ജീവിക്കുന്നത്. അവർക്ക് പലിശയ്ക്ക് ആ പൈസ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവിടുന്ന് വഴക്ക് പറയും. അങ്ങനെയാണ് നമ്മളെ ജീവിതം. ഇതിന് എന്നൊന്നും ഇങ്ങനെ തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം? ശബരിമലയിൽ നടക്കുന്ന സംഭവത്തിന് ചാലയെ കൊണ്ട് പിടിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ജീവിക്കാൻ വേണ്ടി ഇന്നത്തേക്ക് നാളെ എടുക്കണമല്ലോ. എടുത്ത് വെച്ചിരുന്നാണ് പിറ്റേന്ന് വിൽക്കണതാണ്. അപ്പോഴത്തേക്ക് അപ്പോഴും നമ്മൾ മുതലാളിയല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഇതിനൊരു തീരുമാനമാക്കി നമുക്ക് ദിവസമുള്ള പണിക്കുള്ള പരിപാടി ഇവിടെ ചെയ്യണം. ഇന്ന് വന്നില്ലെങ്കിൽ കഞ്ഞി വയ്ക്കാൻ നിവർത്തിയില്ല. അല്ല, കാരണം ഞാൻ നിരന്തരം ഈ ശബരിമല വിഷയമായിട്ട് തന്നെ ഇപ്പം തന്നെ കഴിഞ്ഞ മാസം 3 എണ്ണമായി അടിയന്തരമായിട്ട് ഇങ്ങനെ ഈ കൃത്യമായ നിലപാട് സ്വീകരിക്കാതെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഈ ഹർത്താൽ വന്ന് ചേരുന്നത്. ഹർത്താലൊക്കെ നല്ല കാര്യം തന്നെയാണ്, പ്രതിഷേധിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ഒരു വിഷയത്തിൻ്റെ പേരിൽ തന്നെ 5 എണ്ണമായി. സാധാരണ കച്ചവടക്കാർ ആകെ അവസ്ഥ മോശത്തിലാണ്. ഈ നിരന്തരം ഉണ്ടാകുന്ന ഹർത്താൽ ജനങ്ങൾക്ക് ഒരു രീതിയിലും വളരെ മോശമായ രീതിയിലാണ് ബാധിക്കുന്നത്. സാധാരണ കച്ചവടക്കാർക്ക് എന്ന് പറയുന്നത് വലിയ കച്ചവടക്കാരൊന്നുമല്ല ചാലമാർക്കിനകത്തുള്ളത്, സാധാരണ കച്ചവടക്കാരാണുള്ളത്.
അത് നിരന്തരം ഇങ്ങനെ ഹർത്താൽ വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്നിട്ട് അടപ്പിക്കാന്ന് പറയാം. ഒരു ദിവസം ഹർത്താൽ വന്ന രാത്രി വെളുപ്പാങ്കാലത്ത് കട തുറക്കാൻ വരുമ്പോൾ തുറക്കാൻ പറ്റാത്തൊരവസ്ഥ. രാത്രി 2 മണിക്ക് തീരുമാനം എടുത്തിട്ട് പിന്നെ വെളുപ്പാങ്കാലത്തെ വന്നിട്ട് കടകൾ അടച്ചു പൊട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇതൊക്കെ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. പ്രതിഷേധിക്കേണ്ടത് നല്ലതാണ്, പക്ഷേ ഈ രീതിയിലേക്ക് പോരും. സാധാരണ മനുഷ്യൻ്റെ അവസ്ഥയിലേക്കാണ് പോകുന്നത്. വലിയവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റും. പക്ഷേ സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റത്തുള്ളൂ. ഹർത്താൾ വെച്ചാൽ എന്ത് ചെയ്യും മക്കളെ? പാവപ്പെട്ട ഞങ്ങൾ എന്ത് ചെയ്യും പറ? പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ? ഇങ്ങനെ ഹർത്താൾ വെച്ചാൽ ഒരു വർഷം ഉണ്ടെങ്കിൽ 12 ദിവസവും മാസവും ഇത് തന്നെ ജോലി അവർക്ക്. ഹർത്താൾ ബന്ദ്, ആൾക്കാരെ വെട്ടിക്കൊല്ലണത്, അടിച്ചു കൊല്ലണത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും പറ? ജീവിക്കണ്ടേ? വീര് പഠിച്ച് ഒറ്റയാണ് സാധനം വാങ്ങിക്കാൻ വരണില്ല മാർക്കറ്റിൻ്റെ അകത്ത്. വാങ്ങിച്ചിട്ട് ഒരു ദിവസം വാങ്ങിച്ചാൽ 9 ദിവസം വിൽക്കണം. കടം കൊണ്ട് നിവർത്തിയില്ല. വാങ്ങിച്ച് അവരെന്ന് വാങ്ങിച്ച് ഇവർ കൊടുത്ത്, ഇവരെന്ന് വാങ്ങിച്ച് അവർ കൊടുത്താണ് ജീവിക്കണത്. ഇന്നലെ എടുത്തിട്ട സാധനങ്ങളാണ് ഈ കിടക്കുന്നത്. അതിന് കൂടെ സഹോദരങ്ങൾ വന്നില്ല ഒന്നും വിൽക്കാൻ, പേടിച്ച്. ബസ്സുകളൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നില്ല. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, വല്ല ചെറിയ അടിയ വന്ന് ആര് തടുക്കും? മന്ത്രിമാർ പറയും, അല്ലെങ്കിൽ നേതാക്കൾ പറയും, നിങ്ങൾ എന്നിരുന്ന് ചെയ്യും, വരണത് വരട്ട് എന്ന് പറയും. പക്ഷേ എന്ത് ചെയ്യും പറയും? ഒന്ന് വന്ന് കിട്ടിപ്പോയി ആരെങ്കിലും ഉണ്ടോ സഹായിക്കുക? ഇല്ല. എന്തിനാണ് ഇതിങ്ങനെ വയ്ക്കുന്നത്? ഒരു മാസത്തെ 5 ഹർത്താൾ വയ്ക്കും. ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യും പറ? ഇതിന് അവരൊക്കെ തന്നെ ഇതിനെ നിയന്ത്രിക്കണം.